ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന തിളയ്ക്കുന്ന വെള്ളത്തിന്റെ പാത്രത്തിൽ തൊടുമ്പോൾ കൈ പൊള്ളുന്നു. പക്ഷേ ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ പാത്രം അധികം ചൂടാകുന്നില്ല. ബട്ട് വൈ? ഇൻഡക്ഷൻ സ്റ്റൗ വെള്ളത്തെ മാത്രമാണോ ചൂടാക്കുന്നത്? പാത്രം എന്തുകൊണ്ട് ചൂടാകുന്നില്ല? ഇൻഡക്ഷൻ സ്റ്റൗവിൽ നിന്നും മൈക്രോവേവ്സ് ഉണ്ടാകുന്നുണ്ടോ? ഇൻഡക്ഷൻ സ്റ്റൗവും മൈക്രോവേവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി ഇൻഡക്ഷൻ സ്റ്റൗവിൻ്റെ അടിസ്ഥാന തത്വമായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം. ഒരു കോയിലിലൂടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും വേരി ചെയ്യുന്നു. ഈ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ വേറെ ഒരു കോയിൽ കൊണ്ടുവരുമ്പോൾ ആ കോയിലിൻ്റെ അറ്റത്ത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടാകുന്നു. ഇതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു കോയിലിന് ചുറ്റുമുള്ള വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം മറ്റേ കോയിലിൽ ഒരു AC വോൾട്ടേജ് ഇൻഡ്യൂസ് ആകുന്നു. ട്രാൻസ്ഫോമേഴ്സ്, വയർലെസ് ചാർജറുകൾ എന്നിവയെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡുള്ള കോയിലിൻ്റെ അടുത്തേക്ക് മറ്റൊരു കോയിലിന് പകരം ഒരു കണ്ടക്ടിംഗ് പ്ലേറ്റ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ പ്ലേറ്റിൽ എഡി കറൻസ് ഉണ്ടാകുന്നു. ഈ എഡി കറണ്ട് പ്ലേറ്റിനെ ചൂടാക്കുന്നു. ഇതിനെ എഡി കറണ്ട് ഹീറ്റിംഗ് അഥവാ ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് വിളിക്കാം. ഇതാണ് ഒരു ഇൻഡക്ഷൻ സ്റ്റൗവിൽ നടക്കുന്നത്. ഇൻഡക്ഷൻ കുക്ക് ടോപ്പിന്റെ അടിയിൽ ഹൈ ഫ്രീക്വൻസി AC കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കോയിൽ പ്രവർത്തിക്കുന്നു. നല്ല കട്ടിയായ ഏകദേശം 1.5 mm തിക്നെസ്സിന് മുകളിലുള്ള ഇൻഡക്ഷൻ ബോട്ടം കുക്ക്വെയർ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്റ്റീൽ പാത്രങ്ങളാണ് ഇൻഡക്ഷൻ സ്റ്റൗവിൽ ഉപയോഗിക്കുന്നത്. എഡി കറണ്ട് ഹീറ്റിംഗ് കാരണം പാത്രത്തിന്റെ ബോട്ടം ചൂടാവുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നു. ഇതിനാൽ ഇൻഡക്ഷൻ സ്റ്റൗ പാത്രത്തിനെയാണ് ചൂടാക്കുന്നത്, മറിച്ച് പാത്രത്തിനകത്തുള്ള വെള്ളത്തിനെ ഡയറക്റ്റായി ഹീറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെച്ച പാത്രത്തിന്റെ അരികുകൾ കോയിലിൽ നിന്നും ദൂരെ ആയതിനാൽ ഇൻഡക്ഷൻ ഹീറ്റിംഗിന്റെ അളവ് വളരെ കുറവാണ്. ബോട്ടം സർഫസിൽ നിന്നും അരികുകളിലേക്ക് എത്തുന്ന ഹീറ്റ് പ്രധാനമായിട്ടും പാത്രത്തിലൂടെയുള്ള കണ്ടക്ഷനും വെള്ളത്തിലൂടെയുള്ള കൺവെക്ഷനും വഴി മാത്രമാണ്. ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്ന പാത്രം എന്തുകൊണ്ടാണ് കൂടുതൽ ചൂടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ മൂന്നാമതൊരു ഹീറ്റിംഗ് കൂടി നടക്കുന്നു. ഗ്യാസ് സ്റ്റൗവിൽ കമ്പഷൻ നടന്നു ഫ്ലെയിം പാത്രത്തിൽ പതിഞ്ഞതിന് ശേഷം ചൂടുള്ള പ്രോഡക്ട്സ് ഓഫ് കമ്പഷൻ പാത്രത്തിൻ്റെ പുറത്തുകൂടി മേലോട്ട് പോകുന്നു. ഇതിനോടൊപ്പം ബർണറിൻ്റെ ചുറ്റുമുള്ള വായു ഹീറ്റ് ആകുന്നത് കാരണം ഒരു കൺവെക്റ്റീവ് ഹീറ്റിംഗ് പാത്രത്തിൻ്റെ പുറമേയും നടക്കുന്നു. ഇതുമൂലം പാത്രം ഇൻഡക്ഷൻ സ്റ്റൗവിൽ വെക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ ചൂടാവുകയും തൊടുമ്പോൾ കൈ പൊള്ളുകയും ചെയ്യുന്നു. അടുത്തതായി ഒരു ഇൻഡക്ഷൻ സ്റ്റൗവും മൈക്രോവേവ് അവനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. മൈക്രോവേവ് റേഡിയേഷൻസ് ആരോഗ്യത്തിനും മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനും ഹാനികരമായതുകൊണ്ടാണ് മൈക്രോവേവ് ഹീറ്റിങ്ങിന് ക്ലോസ്ഡ് ആയിട്ടുള്ള അടച്ചുറപ്പുള്ള ഒരു അവൻ ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ സ്റ്റൗ പോലെ ഒരു തുറന്ന കുക്കിംഗ് സർഫസ് ഉള്ള ഉപകരണം ഒരിക്കലും മൈക്രോവേവ് ഹീറ്റിങ്ങിന് അനുയോജ്യമല്ല. ഹൈ ഫ്രീക്വൻസിയിലുള്ള മൈക്രോവേവ്സ് ഭക്ഷണത്തിലുള്ള വാട്ടർ മോളിക്യൂൾസിൽ പതിക്കുമ്പോൾ അവ വൈബ്രേറ്റ് ചെയ്യുന്നു. ഹൈ ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷൻസ് മൂലം ഹീറ്റ് ജനറേറ്റ് ആകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഹീറ്റാണ് ഭക്ഷണം ചൂടാക്കുന്നത്. മൈക്രോവേവ് ഹീറ്റിംഗ് പാത്രത്തെ അല്ല, മറിച്ച് ഫുഡിനെയാണ് ഡയറക്റ്റായി ഹീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഗ്ലാസ് പാത്രത്തിൽ പോലും വെക്കുന്ന ഭക്ഷണം ചൂടാകുന്നത്. മൈക്രോവേവ് കുക്കിങ്ങിൽ മൈക്രോവേവ്സ് ഭക്ഷണത്തിലെ ജലാംശത്തെ ഡയറക്റ്റായി ഹീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നടക്കുന്ന ഡയറക്റ്റ് ഹീറ്റിംഗ് കാരണം ഭക്ഷണത്തിൻ്റെ ഉൾഭാഗങ്ങൾ വളരെ നന്നായി ചൂടാകുന്നു. ഇതുകൊണ്ടാണ് മൈക്രോവേവിൽ ചൂടാക്കിയ പല ഭക്ഷണ സാധനങ്ങളുടെയും പുറമേ ചൂട് കുറവാണെങ്കിലും ഒന്ന് കടിക്കുമ്പോൾ വായ പൊള്ളി ഒരു വഴിയാകുന്നത്. അടുത്ത തവണ നിങ്ങൾ മൈക്രോവേവിൽ ചൂടാക്കിയ സാധനങ്ങൾ കഴിക്കുന്നതിന് മുൻപ് ഇത് മനസ്സിലോർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഡക്ഷൻ കുക്കിങ്ങും ഗ്യാസ് ഫ്ലെയിം കുക്കിങ്ങും മൈക്രോവേവ് കുക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.